പ്രേംരാജ് എഴുതിയ സുലോഷുവ ഡയറി എന്ന കഥാസമാഹാരത്തിൻ്റെ 13ാമത്തെ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് കരിയില കിളികൾ എന്നാണ്. സത്യ, നീ ഇയാളെ ഫോളോ ചെയ്യണം. എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നൊക്കെ നോക്കണം. പിന്നെ കഴിയുന്നത്ര ഫോട്ടോകൾ എടുക്കുകയും വേണം. നായിഡു മൊബൈലിൽ ഒരു ഫോട്ടോ സത്യക്ക് നേരെ കാണിച്ചു. സത്യ ആ മൊബൈൽ വാങ്ങി സൂക്ഷിച്ചു നോക്കി. അത് കണ്ട നായിഡു കളിയാക്കി ചോദിച്ചു, നിനക്കെന്താ കണ്ണ് കാണാതായോ? മൊബൈൽ തിരികെ നൽകിക്കൊണ്ട് സത്യ പറഞ്ഞു, അത് ഞാൻ ഏറ്റു. ഈ ഫോട്ടോ എൻ്റെ മൊബൈലിലേക്ക് അയക്കും. പിന്നെ അയാളുടെ ഫോട്ടോകൾ ഈ മൊബൈലിൽ എടുത്താൽ മതിയല്ലോ. അത് മതി, നമ്മുടെ കയ്യിൽ തെളിവ് വേണം, അത്ര തന്നെ. ഞാനോ എൻ്റെ ആൾക്കാരോ എപ്പോഴും അയാളുടെ പിന്നാലെ ഉണ്ടാകും. എന്തിനാണ് അയാളെ വാച്ച് ചെയ്യുന്നത് എന്നറിയാമോ? അത് എനിക്കെന്തിനറിയണം? അത് എൻ്റെ വിഷയമേ അല്ല. അത് കൊള്ളാം, എല്ലാ കാര്യവും നീ അറിയേണ്ടതില്ല. ശരിയാണ്, എന്നാൽ ഇത് നീ അറിയണം. എന്നാൽ പറയൂ, കേൾക്കാം. ഈ മണിവണ്ണൻ ഒരു പെണ്ണുപിടിയനാണെന്ന് ഇയാളുടെ പൊണ്ടാട്ടി പറയുന്നു. ഇപ്പോൾ ഏതോ ഒരു സ്ത്രീയുമായി ചുറ്റിക്കളിയുണ്ടെന്ന് സംശയം. അതാണ് അന്വേഷിക്കേണ്ടത്. ആഹാ, അത് കൊള്ളാം. അപ്പോൾ നല്ല നേരം പോക്കാവും. നായിഡു ഏതാനും ഉറുപ്പിക്ക് നോട്ടുകൾ അവന്റെ നേരെ നീട്ടി. എണ്ണി നോക്കാതെ സത്യ അത് വാങ്ങി കീശയിൽ തിരിങ്ങി. പിന്നൊരു കാര്യം, നായിഡു തുടർന്നു, അടിയും പിടിയും കലഹവും പാടില്ല. ഒരു പൂച്ച കുഞ്ഞു പോലും അറിയരുത് നീ ചെയ്യുന്നത്. മനസ്സിലായോ? ഇല്ലണ്ണ, ഞാൻ ചെയ്തുകൊള്ളാം. എന്നാൽ വിട്ടോ, 10 ദിവസമാണ് നിനക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. അതിനുള്ളിൽ പണി തീർത്തേക്കണം. നിന്റെ റിപ്പോർട്ട് അനുസരിച്ചാവും അടുത്ത പരിപാടി എന്ത് ചെയ്യണമെന്ന്. സത്യം നന്ദി പറഞ്ഞുകൊണ്ട് ആ ക്ലബിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോഴും നായിഡു അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അയാൾ അടുത്ത ആൾക്ക് വേറെ എന്തോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി മനസ്സിനെ പരുവപ്പെടുത്തുകയായിരുന്നു. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള സത്യ എൻ്റെ കൂടെയായിരുന്നു ജോലി ചെയ്യുന്നത്. എൻ്റെ ഓഫീസിൽ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റിൽ. അവൻ്റെ ജീവിതത്തിലെ ആദ്യ ജോലി എന്ന് പറയാം. എൻ്റെ ഓഫീസിൽ ചേരുന്നതിന് മുമ്പ് പിതാവിൻ്റെ കൂടെ പച്ചക്കറി കച്ചവടമായിരുന്നു. താമ്പരത്ത് വീടിനോട് ചേർന്ന് ചെറിയ കട നടത്തുന്ന അവന്റെ അപ്പൻ ഒരു ദിവസം അവനോട് വേറെ ഏതെങ്കിലും ജോലി നോക്കുവാൻ ആവശ്യപ്പെട്ടു. കാരണം ആ കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കുടുംബം നടത്തുവാൻ തികയാതെയായി. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞതനുസരിച്ച് എൻ്റെ മാനേജർ ഹരിസാറിനെ കാണുകയും ജോലിക്ക് കയറുകയും ഉണ്ടായത്. ജോലിയിൽ സമർത്ഥൻ, കസ്റ്റമറിൽ നിന്നും വളരെ നല്ല അഭിപ്രായം, ജോലിക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റും വരുത്താത്തവൻ. എല്ലാം കൊണ്ടും അവൻ ഓഫീസിലെ നല്ലൊരു ജോലിക്കാരനാണെന്ന് വളരെ ചുരുങ്ങിയ മാസങ്ങളിൽ അംഗീകരിക്കപ്പെട്ടു. ജോലി ചെയ്യുന്നതിൽ മാത്രമല്ല, സഹപ്രവർത്തകരോട് പെരുമാറുന്നതിലും വിനയൻ. ജോലിക്ക് ചേർന്നിട്ട് 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം അവൻ ഒരു പെണ്ണിനെയും കുട്ടി ഓഫീസിലേക്ക് വന്നു. വളരെ സുന്ദരിയായ കുട്ടി. ഓഫീസിൽ എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ മേൽ പതിഞ്ഞു. സത്യ നേരെ എൻ്റെ അടുത്ത് വന്നു. സാർ, ഇത് എൻ്റെ പെങ്ങൾ സുരഭി. ഡിഗ്രി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നു. പരിചയപ്പെട്ടതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ കൈനീട്ടി ആശംസകൾ നേർന്നു. അവന്റെ പെങ്ങള തന്നെയെന്ന് വിളിച്ചറിയിക്കുന്ന മുഖവും കണ്ണുകളും, നീണ്ട ചുരുണ്ട മുടി, വസ്ത്രധാരണമാണെങ്കിൽ ഗംഭീരം. സുരഭി ഒരു കൊച്ചു സുന്ദരി തന്നെയായിരുന്നു. അവൻ മറ്റുള്ള ജോലിക്കാർക്ക് കൂടി അവളെ പരിചയപ്പെടുത്തി. സുരഭിയെ ഒരിടത്ത് ഇരുത്തി സത്യ എൻ്റെ അടുക്കിലേക്ക് വന്ന് ചോദിച്ചു, എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? പെൻഡിങ്ങായി? ഇല്ല സത്യ, താൻ പെൻഡിങ് വെക്കാറില്ലല്ലോ. തുടർന്ന് ഏതാനും കടലാസുകൾ അവനെ ഏൽപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇവയൊക്കെ സോർട്ട് ചെയ്യുക, എന്നിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. അവൻ ആ കടലാസുകളും എടുത്ത് അവന്റെ കസേരയിലേക്ക് ചെന്നു. അപ്പോൾ മാനേജർ ഹരിസാർ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് വന്നു. കസ്റ്റമർ ഇരിക്കാനുള്ളയിടത്ത് സുരഭിയെ കണ്ടപ്പോൾ ഹരിസാർ പറഞ്ഞു, കുട്ടി ഇവിടെ ഇരിക്കണ്ട, അകത്തേക്ക് കയറിയിരിക്കൂ. അവൾ മടിച്ച് എൻ്റെ ക്യാബിനിലേക്ക് വരികയും എൻ്റെ മുന്നിലുള്ള കസേരയിൽ ഇരിക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, സാർ ചെന്നൈയിൽ വന്നിട്ട് എത്ര വർഷമായി? ഇത് 2ാം വർഷം, ഞാൻ പറഞ്ഞു. ഇത് ആദ്യ ജോലിയാണോ? അല്ല, 2ാമത്തെ ജോലിയാണ്. എന്തേ? സാർ ജോലി ചെയ്യുന്ന രീതി കണ്ടാൽ തോന്നും വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെ. ഞാൻ ചിരിച്ചു. അവൾ എന്നെ പൊക്കി പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. എന്നെ സാർ എന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി കേട്ടോ. സത്യ സാർ എന്നല്ലേ വിളിക്കുന്നത്? അവൻ ഇവിടുത്തെ സ്റ്റാഫാണല്ലോ. ഓ, അത് ശരിയാണ്. തമിഴ് എങ്ങനെ പഠിച്ചു? ആര്? അവൾ തല മുന്നോട്ട് തള്ളുകയും കണ്ണുകളും മേൽപ്പുരിയങ്ങളും മേൽപോട്ട് ഉയർത്തുകയും ചെയ്തു. ജോലിയെ ശ്രദ്ധിച്ചിരുന്നത് ഞാനത് കണ്ടില്ല. ആരുടെ കാര്യമാണ് ചോദിച്ചത്? അവളെ നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അവളുടെ ആംഗ്യഭാഷ ഞാൻ കണ്ടത്. സാർ എന്ന വിളി തടയുകയും എന്നാൽ വേറെ എങ്ങനെ വിളിക്കണമെന്ന നിശ്ചയവുമില്ലാതിരുന്ന അവർ പിന്നെ എങ്ങനെ ഉത്തരം പറയാനാണ്? ഇവിടെ വന്ന ശേഷം പഠിച്ചതാണ്, ഞാൻ ഉത്തരം പറഞ്ഞു.
കുറെ നേരം കഴിഞ്ഞപ്പോൾ സത്യ ക്യാബിനിലേക്ക് വന്നു. സാർ ഇവളെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിട്ടിട്ട് വരാം. ശരിയെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അവരുടെ കൂടെ ഓഫീസിന്റെ പുറത്തേക്ക് നടന്നു. അവൾ നടന്നു പോകുന്നത് നോക്കി ഞാൻ കണ്ണിൽ നിന്നും മറയുന്നത് വരെ മുമ്പ് അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ ക്യാബിനിലേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീട് സുരഭി പലതവണ ഓഫീസിൽ വരികയുണ്ടായി. പലപ്പോഴും എന്നെ കാണാൻ വേണ്ടിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. നേരെ എന്റെ ക്യാബിനിലേക്ക് കയറി വരും. കുറെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ സത്യ എന്റെ ക്യാബിനിലേക്ക് വരാറില്ല എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞു. അതെ, ഞാൻ അവളുമായി പ്രണയത്തിലായിരിക്കുന്നു. ഒരു ദിവസം ഞാൻ അവളുടെ ക്ഷണപ്രകാരം അവളുടെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. അവളുടെ അമ്മയും അച്ഛനെയും പരിചയപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ പല വൈകുന്നേരങ്ങളും ഒരുമിച്ച് മറീന ബീച്ചിൽ ചെലവഴിച്ചു. ഞങ്ങളുടെ ഈ പ്രണയത്തെക്കുറിച്ച് സത്യ ഒരിക്കലും ചോദിച്ചിരുന്നില്ല. മറിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തതെന്ന് എനിക്ക് തോന്നി. ഞാൻ താമസിച്ചിരുന്നത് ഓഫീസിന്റെ അടുത്തുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും ഞാൻ ഓഫീസിൽ ഇരിക്കാറുണ്ട്. 6 മണിയോടുകൂടി 6 ജോലിക്കാരും ഹരിസാറും ഓഫീസിൽ നിന്നും ഇറങ്ങും. ഞാൻ 8 മണിയൊക്കെ ആകും റൂമിലേക്ക് പോകാൻ. പല അവധി ദിവസങ്ങളിലും ഓഫീസിൽ പോയി ഇരിക്കാറുണ്ട്. ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും പോയ ശേഷം സത്യ സാർ ഒരു പെണ്ണുമായി ഓഫീസിലേക്ക് കയറി വന്നു. സാർ, ഇതെന്റെ കൂട്ടുകാരി മഞ്ജുള. പരിചയപ്പെട്ടതിന് സന്തോഷം എന്ന് ഞാൻ പറഞ്ഞു. സാർ, ഞങ്ങൾ കുറച്ചു നേരം ആ ക്യാബിൽ ഇരുന്നോട്ടെ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ? അവർ ഹരിസാറിന്റെ ക്യാബിനിലേക്ക് കയറി വാതിലടച്ചു. അതൊരു ക്യാബിൻ മാത്രമല്ല, ഒരു മുറി തന്നെയായിരുന്നു. മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടും അവർ പുറത്തു വന്നില്ല. പിന്നെ ഞാൻ അവന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചു, പുറത്തു വരൂ, എനിക്ക് റൂമിലേക്ക് പോകണം. അല്പം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് വന്നു. എനിക്ക് അവരെ കണ്ടപ്പോൾ എന്തൊക്കെയോ പന്തികേട് തോന്നിയിരുന്നു. കമിതാക്കളാണല്ലോ, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാനും കരുതി. ഒരു അവധി ദിവസം ഞാൻ ഓഫീസിൽ പോയില്ല എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ചുറ്റാൻ പോയാലോ എന്നോർത്ത് റൂമിൽ തന്നെ ഇരിക്കായിരുന്നു. അപ്പോൾ സുരഭി കയറി വന്നു. നീ എന്താ ഇവിടെ ഈ സമയത്ത്? വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോൾ സുരേഷിനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. ശരി, കയറിയിരിക്കൂ. അവൾ റൂമിൽ കയറി ചുറ്റും നോക്കി. തുടർന്ന് ഓരോ സാധനങ്ങളും അടുക്കും ചിട്ടയുമായി വെക്കുവാൻ തുടങ്ങി. പുസ്തകങ്ങൾ മേശ മുകളിൽ അട്ടിയായി വെച്ചു. വസ്ത്രങ്ങൾ അയയിൽ തൂക്കിയിട്ട് വെടിപ്പാക്കി വെക്കുന്നത് ഞാൻ നോക്കി നിന്നു. അത് കഴിഞ്ഞ് അവൾ എൻ്റെ കസേരയിൽ ഇരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. മേശമുകളിൽ ഇരുന്ന് കേൾക്കുന്ന ഞാനും കുറെ നേരം ഇരുന്നു. ഞാൻ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചു. അവളും എഴുന്നേറ്റ് എന്നിലേക്ക് അടുത്തു. ആലിംഗബദ്ധരായി ഞങ്ങൾ കുറെ നേരം നിന്നു. ചുംബനങ്ങൾ കൈമാറി. പിന്നീട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും ഉച്ചഭക്ഷണം കഴിച്ച് പിരിയുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സത്യ വീണ്ടും മഞ്ജുളയുടെ ഒപ്പം വരികയും നേരെ ഓഫീസ് ക്യാബിനിലേക്ക് കയറുകയും ചെയ്തു. കുറെ കഴിഞ്ഞ് പുറത്തു വന്ന അവനെ ഞാൻ മാറ്റി നിർത്തി പറഞ്ഞു, ഇതൊന്നും നടക്കില്ല. അതെന്താ? സാറിന്റെ വീട്ടിൽ നടക്കുമോ? അവന്റെ ആ ചോദ്യത്തിൽ ധാർഷ്ട്യം നിറഞ്ഞു നിന്നിരുന്നു. എന്റെ വീട്ടിൽ വന്നത് അവന്റെ അനുജത്തിയല്ലേ? ഞാൻ വിളിച്ചിട്ടല്ലല്ലോ അവൾ വന്നത്. ഈ കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞു? അവൻ കൂടുതലൊന്നും പറയാതെ ക്യാബിനകത്തേക്ക് കയറി പോവുകയും കുറച്ചു നേരം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഞാൻ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി. ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഇവനെ പിന്തിരിപ്പിക്കണം. ഇത് ശരിയായ കീഴ്വഴക്കമല്ല. അവൻ സ്വാതന്ത്ര്യം മുതലെടുക്കുകയാണോ? പിറ്റേ ദിവസം രാവിലെ അവൻ ഓഫീസിൽ വന്നു. ജോലികളൊക്കെ ചെയ്തു. എന്നത്തെയും പോലെ എന്നോട് പെരുമാറി. അന്ന് വൈകുന്നേരം എല്ലാവരും പോയ ശേഷം അവൻ മഞ്ജുളയുമായി വന്നു. ഓഫീസിൽ കയറി ഒരു മദ്യക്കുപ്പി എൻ്റെ മേശപ്പുറത്ത് വെച്ചു. ഇത് തനിക്കാണ്, അടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാം. അതും പറഞ്ഞ് അവൻ ക്യാബിനകത്ത് കയറി വാതിൽ അടച്ചു. ഞാൻ ആലോചനയിലാണ്ടു. ഇവനെ എങ്ങനെ തടയാം? ഹരിസാറിനോട് പറഞ്ഞാലോ? അങ്ങനെയാണെങ്കിൽ ഞാനും സുരഭിയുമായുള്ള ബന്ധം പറയേണ്ടി വരും. ഒരു കാര്യം ചെയ്യണം, വൈകുന്നേരം മറ്റ് സ്റ്റാഫുകളുടെ കൂടെ ഞാനും ഇറങ്ങണം. അതേ ഒരു വഴിയുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം ഞാനും 6 മണിയോടെ ഓഫീസിൽ നിന്നും ഇറങ്ങി റൂമിലേക്ക് പോയി. എന്നാൽ അവൻ മഞ്ജുളയും കൂട്ടി എൻ്റെ റൂമിലേക്ക് വരികയാണ് ഉണ്ടായത്. എൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ അവനെ തടഞ്ഞു എന്ന് മാത്രമല്ല, പറഞ്ഞു വിടുകയും ചെയ്തു. അവർ പോയി കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വാതിൽ ആരോ മുട്ടി. അവർ വീണ്ടും വന്നിരിക്കുന്നു, കൂടെ രണ്ടുപേരും. ഞാൻ എൻ്റെ പെങ്ങളോട് ചെയ്തത് ഞാൻ ചെയ്യുമ്പോൾ തനിക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ച് അവർ 3 പേരും ചേർന്ന് എന്നെ കയ്യേറ്റം ചെയ്തു. പിറ്റേ ദിവസം നടന്ന സംഭവം എല്ലാം ഞാൻ ഹരിസാറിനെ ധരിപ്പിച്ചു. അല്പം മേമ്പൊടിയും ചേർത്തിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ഹീസ് ടെർമിനേറ്റഡ്. ഇനി അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുക, കണക്കുകൾ തീർത്ത് പറഞ്ഞയക്കുക. പതിവ് പോലെ രാവിലെ അവൻ വന്നു. അപ്പോൾ അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്ന വേണു സാർ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ശമ്പളം ഒരു കവറിലിട്ട് കൊടുത്തു. അതോടെ അവന്റെയും സ്വരൂപയുടെയും വരവ് ഉണ്ടായിട്ടില്ല.
50ഓളം വയസ്സുള്ള മണിവണ്ണൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്. ഏതാനും കടകളും കാർ ഷോറൂമുകളും അയാൾക്കുണ്ട്. 200ഓളം സ്റ്റാഫുകൾ, മുന്തിയ ഇനം വാഹനങ്ങൾ. ഇയാളെ ശ്രദ്ധിക്കാനാണ് നായിഡു പറഞ്ഞത്. സത്യ തന്റെ ജോലി തുടങ്ങി. മണിവണ്ണൻ പോകുന്നിടത്തെല്ലാം പാത്തും പതുങ്ങി ഇവനുണ്ടാകും. 2-3 ദിവസം കഴിഞ്ഞു. രാവും പകലും പിന്നാലെ നടന്നിട്ടും സംശയം തോന്നും വിധം ഒന്നും കണ്ടെത്തുവാൻ സത്യക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം സത്യയുടെ കൂടെയുള്ള മാരിമുത്തു ഒരു ഫോട്ടോ അവനെ കാണിച്ചു. അതിൽ മണിവണ്ണന്റെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു, അതും അയാളുടെ വീട്ടിൽ. അന്വേഷിച്ചപ്പോൾ സത്യക്ക് മനസ്സിലായി, അന്നേ ദിവസം മണിവണ്ണന്റെ കുടുംബം കോയമ്പത്തൂരിൽ പോയതായി. തുടർന്ന് മണിവണ്ണന്റെ വീട്ടിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കുവാൻ സത്യ തീരുമാനിച്ചു. മാരിമുത്തുവിനെ അതിനായി നിയോഗിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാരിമുത്തു ഫോൺ ചെയ്ത് സത്യയെ വിളിച്ചു. അതേ പെണ്ണാണെന്ന് തോന്നുന്നു, മണിവണ്ണന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആളെ മനസ്സിലാകുന്നില്ല, അവർ തലയിൽ സാരി ചുറ്റിയിട്ടുണ്ട്. സത്യ പറഞ്ഞു, ആളെ അറിയണമല്ലോ, ഇല്ലെങ്കിൽ നായിഡു വിശ്വസിക്കില്ല. മാരിമുത്തു അസ്വസ്ഥനായി. അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ മതിൽ ചാടിക്കടന്ന് അവരുടെ മുൻവശത്തേക്ക് ചെന്ന് നോക്കുക, അല്ലെങ്കിൽ നീ അവിടെ നിൽക്കൂ, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സത്യ മണിവണ്ണന്റെ വീടിന്റെ മുമ്പിലെത്തി. അപ്പോഴേക്കും സാരി ധരിച്ച ആ സ്ത്രീ വീടിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അതെന്താ അവർ അവിടെ തന്നെ നിൽക്കുന്നത്? സത്യ മുത്തുവിനോട് ചോദിച്ചു. മുതലാളി എത്തിയിട്ടുണ്ടാകില്ല, അതായിരിക്കും. മണിവണ്ണന്റെ വീടിന്റെ മുന്നിലെ തിണ്ണയിൽ ആ സ്ത്രീ ഇരുന്നു. മുത്തുവും സത്യയും മതിൽ ചാടിക്കടന്ന് വീടിന് മുന്നിലെത്തി. അവർ നമ്മളെ കണ്ടാൽ കുഴപ്പമാകും, സത്യ മുത്തുവിന്റെ ചെവിയിൽ പറഞ്ഞു. സെക്യൂരിറ്റി നല്ല ഉച്ച ഉറക്കത്തിലാണ്. വീട്ടിൽ ജോലിക്കാർ ആരുമില്ലേ? ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ വിളിപ്പിച്ച് അകത്തേക്ക് കയറ്റാമല്ലോ. മുതലാളി വരാൻ കാത്തിരിക്കുകയായിരിക്കും. മുത്തു ഒറ്റ വാക്കിൽ വിശദീകരണം കൊടുത്തു. നീ ഒരു വടി കയ്യിലെടുക്കൂ, നമ്മുടെ സംരക്ഷണത്തിന്, സത്യ പറഞ്ഞു. പൂച്ചെടികൾ കുത്തിവെച്ചിരുന്ന ഒരു വടി അവൻ കയ്യിലെടുത്തു. അവർ പതുങ്ങി പതുങ്ങി ആ സ്ത്രീയുടെ അടുത്തെത്തി. മാരിമുത്തു മുന്നിൽ നടക്കുന്നു, സത്യ ഏതാനും അടി പുറകെ. ആ സ്ത്രീ ആരാണെന്നറിയണം, ഒരു ഫോട്ടോ എടുക്കണം, അത്ര തന്നെ. ഇവർ നടക്കുന്നതിനിടയിൽ ചെറിയ ശബ്ദം കേട്ട് സ്ത്രീ എഴുന്നേറ്റു. ആരാണ്? അവർ ഒരു പ്രാവശ്യം വട്ടം ചുറ്റി. വീണ്ടും ആരാണ്? ശബ്ദം കേട്ട് ഗേറ്റിലിരിക്കുന്ന സെക്യൂരിറ്റി ഉണർന്നു. അയാൾ ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. ചുമരിൽ ഓറഞ്ചർന്ന് നിൽക്കുന്ന മുത്തുവിനെയും സത്യയും കണ്ടില്ല. ആ സ്ത്രീ വീണ്ടും ശബ്ദമുണ്ടാക്കി. സെക്യൂരിറ്റി വരുമെന്ന് ഉറപ്പാണ്. നീ തലയ്ക്കൊന്ന് കൊടുക്കൂ, ബോധം കെട്ടാൽ നമുക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് ഓടാം. പിന്നെ താമസിച്ചില്ല. മുത്തു മുന്നോട്ട് നീങ്ങി കയ്യിലിരുന്ന വടി കൊണ്ട് അവരുടെ തലയിൽ ആഞ്ഞൊരു അടി കൊടുത്തു. അവർ വലിയ ശബ്ദത്തോടെ താഴെ വീണു. സെക്യൂരിറ്റി വീണ്ടും എഴുന്നേറ്റ് വീടിനെ നോക്കി. അപ്പോൾ രണ്ടുപേരും കണ്ടു. അതേസമയം സത്യ മൊബൈലിൽ ഫോട്ടോ എടുക്കാനായി തറയിൽ കിടക്കുന്ന സ്ത്രീയെ നോക്കി. അവന്റെ വായിൽ നിന്നും ചില വാക്കുകൾ അടർന്നു വീണു. ഇത് എന്റെ അമ്മയാടാ.